ആഗോളസഭ ഇന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്നാപയോഹന്നാൻ ക്രിസ്തുവിനെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. വചനഭാഗത്ത് ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന സുവിശേഷഭാഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ വചനഭാഗത്തിനിടയിൽ സ്നാപയോഹന്നാൻ ആ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെ സ്നാപയോഹന്നാന് പറയാൻ പറ്റും? ഒരു പച്ചക്കള്ളം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരസ്പരം ഇവർ അറിഞ്ഞിരുന്നവരാണ് എന്ന് നമ്മൾ വചനഭാഗത്ത് വായിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചാടി. അങ്ങനെയാണെങ്കിൽ ഈ ഉദരത്തിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. 6 മാസത്തെ അകൽച്ച മാത്രമേ ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കസിൻസ് എപ്പോഴും ഒരുമിച്ച് കളിച്ചും ഒരുമിച്ച് കണ്ടും ഒരുമിച്ച് വളർന്നവരാണ്. എന്നിട്ടും സ്നാപയോഹന്നാൻ പറഞ്ഞു, അറിഞ്ഞില്ല. ഇതൊരു പച്ചക്കള്ളമല്ലേ? ഇങ്ങനെ ഒരു പച്ചക്കള്ളമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടി വചനം നമ്മളെ ധ്യാനിപ്പിക്കാനായിട്ട് കണ്ണു തുറപ്പിക്കുന്നത്. സ്നാപയോഹന്നാൻ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അവനെക്കുറിച്ച് വചനം പറയുന്നത് ഒട്ടക തോലുകൊണ്ടുള്ള വസ്ത്രവും തേനും കുടിച്ചൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ് സ്നാപയോഹന്നാൻ. അങ്ങനെ ആയിരുന്നില്ല ഒരു പക്ഷേ സ്നാപയോഹന്നാൻ. കാരണം സ്നാപയോഹന്നാൻ ഒരു കഠിനമായ തപസ്സിന് ശേഷമാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പോലെ പരസ്യജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരു താപസ്സനായി ഇറങ്ങിയ സ്നാപയോഹന്നാൻ പിന്നീടാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. എന്താണ് ഈ ഡിഫറൻസ്? അതായത് കഴിഞ്ഞ 30 വർഷക്കാലം ഒരുമിച്ചാണ് കളിച്ചും ചിരിച്ചൊക്കെ തന്നെയാണ് നടന്നത്. ഏതോ ഒരു സമയത്തെത്തുമ്പോൾ തൻ്റെ ദൗത്യം തിരിച്ചറിയുന്ന സ്നാപയോഹന്നാൻ കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്കും ജീവിതത്തിൻ്റെ ഗൗരവമേറിയ ദൈവവുമായ ഇടപെടലിലേക്കും ഒക്കെ എത്തിച്ചേരുമ്പോൾ പിന്നീട് മനസ്സിലാകുന്നു, ഇത്രയും കാലം കളിച്ച് നടന്ന ചിരിച്ച് നടന്ന കൂടെ തോളോട് തോൾ ചേർന്ന് നടന്ന അവൻ സാധാരണ ഒരു പുത്രനല്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ രക്ഷകനാണ്. ഈ ഒരു വെളിച്ചം കിട്ടുന്ന സ്നാപയോഹന്നാൻ പിന്നീട് ആ പഴയ സൗഹൃദത്തിൽ നിലനിൽക്കാൻ മാത്രം കഴിയുന്നില്ല. അവൻ ഈ ലോകത്തോട് എടുത്തു പറയണം, ഇവനാണ് ലോകത്തിൻ്റെ രക്ഷകൻ. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ക്രിസ്തുവിന് മുമ്പേ സഞ്ചരിച്ച് ഈ ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം സ്നാപയോഹന്നാൻ്റെ ഒരു പച്ചക്കള്ളത്തിൽ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം, അത് ഒരു കള്ളമല്ല, മറിച്ച് അവൻ്റെ വലിയൊരു ധ്യാനത്തിന് ശേഷമുണ്ടായ വലിയൊരു വെളിച്ചമാണ്. ഈ ധ്യാനത്തിലെത്താത്ത മനുഷ്യരൊക്കെ അവസാനം എത്തിച്ചേർന്നത് മനസ്സിലാക്കാതെ പോയ ഒരു ക്രിസ്തുവിനെയാണ്. വലിയൊരു ധ്യാനത്തിന് ശേഷം ആരൊക്കെയാണോ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളവർ, അവർക്കെല്ലാവർക്കും ക്രിസ്തു രക്ഷകനാണ്, ദൈവപുത്രനാണ്. അതുകൊണ്ട് വളരെ സുന്ദരമായ സ്നാപയോഹന്നാൻ ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് പറഞ്ഞു കൊടുത്തു. ഇവനാണ് ലോകത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ. ഇവനെയാണ് ഇത്രകാലം നിങ്ങൾ കാത്തിരുന്നത്. ഇവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. ഇവൻ അഗ്നി കൊണ്ടാണ് നിങ്ങൾ ആവസിക്കാൻ പോകുന്നത്. ഇങ്ങനെ വളരെ സുന്ദരമായി ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്നാപയോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും മനോഹരമായൊരു നിശ്ചയമൊക്കെ സ്നാപയോഹന്നാന് കിട്ടിയത് അത് വലിയൊരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും അനുഷ്ഠാനത്തിന് ശേഷമാണ്. പ്രിയമുള്ളവരെ, തോളോട് തോൾ ചേർന്ന് നടക്കുമ്പോഴും ഇത്രയും വലിയ ഉൾവെളിച്ചമുള്ള ഒരാളാണ് തൻ്റെ കൂടെ നടക്കുന്നതെന്ന് അറിയാൻ സ്നാപയോഹന്നാൻ ഒരു പക്ഷേ കഴിഞ്ഞിരുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളും ക്രിസ്തുവിനോടൊപ്പമാണ്. അവൻ്റെ തോളോട് തോൾ ചേർന്ന് നടക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു, അവനോട് സംസാരിക്കുന്നു, അവൻ്റെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവരാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും നാം വൈകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. വേണ്ടി വന്നാൽ കുറച്ച് തപസ്സും കുറച്ച് ധ്യാനവും കുറച്ച് പ്രാർത്ഥനയും അല്പം കൂടുതൽ വേണമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നമ്മളുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉൾവെളിച്ചം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും ക്രിസ്തു പുതിയൊരു വെളിച്ചമാണ്. ഈ ലോകത്തിന് ആ വെളിച്ചത്തെ കാട്ടിക്കൊടുക്കാനും ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കും. ഇത്രയും കാലം സ്നാപയോഹന്നാൻ്റെ ഒരു കുമ്പസാരം പോലെ നമുക്കും പറയണം, ഇത്ര കാലം ഞാനവനെ അറിഞ്ഞിരുന്നില്ല. അത് വളരെ മനോഹരമായ ഒരു കുമ്പസാരമാണ്, പച്ചക്കള്ളമല്ല. അങ്ങനെ ഒരു കുമ്പസാരത്തിൻ്റെ വെളിച്ചത്തിനിടയിൽ സ്നാപയോഹന്നാൻ വളരെ മനോഹരമായി ക്രിസ്തുവിനെ ഈ ഭൂമി കാട്ടിക്കൊടുത്തു. ഇനി നമ്മളുടെയും ഉത്തരവാദിത്തം ഇത് തന്നെയാണ്. വലിയൊരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഉപവാസത്തിനും ശേഷം ഈ ഭൂമിക്ക് മുമ്പിൽ വളരെ മനോഹരമായി ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ
സ്നേഹം കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി ഇതിലും വലുതായി വേറെന്തുള്ളൂ ഇതിലും വലുതായി വേറെന്തുള്ളൂ ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേയ മാർവിൽ നിന്നും പിരിയാനാകരുതേ ഈ ബന്ധം മാറാനാകരുതേയ മാർവിൽ നിന്നും പിരിയില്ലിനിയും മരണം വരെയും പിരിയില്ലിനിയും മരണം വരെയും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ
പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ, നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ. ഇതുപോരായേ, 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 ഇതുപോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം